സാറേ, ഇപ്പോൾ ഈ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിനെല്ലാം പിന്നിൽ സഞ്ജയ് കുമാറായിരുന്നു. ഈ സഞ്ജയ് കുമാറിനെതിരെ നേരത്തെ കേസുള്ളതാണ്. പക്ഷേ അക്കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് അറിയുകയില്ല. എന്താണ് അതിൻ്റെ വിഷയം? സഞ്ജയ് കുമാറിന് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കണക്കപ്പിള്ള എന്ന് പറയാം. അതെ, കാരണം ഈ വോട്ട് മറ്റേ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, മഹാദേവപുര, മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മണ്ഡലം അത് മുഴുവൻ പൊട്ടക്കണക്കാണെന്ന് നമ്മളൊക്കെ അന്ന് ചർച്ച ചെയ്തിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ടും ഈ പൊട്ടക്കണക്ക് ഉണ്ടാക്കി കൊടുത്ത സഞ്ജയ് കുമാർ ഡൽഹിയിലെ സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് CSDS, ഈ CSDSകാർ മാധ്യമങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർവേ നടത്തി പൈസ ഉണ്ടാക്കുന്ന ആളുകളാണ്. പോൾ, എക്സിറ്റ് പോൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സർവേ നടത്തുമല്ലോ. തെരഞ്ഞെടുപ്പ് ആകുന്നതിന് മുമ്പേ തന്നെ ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നൊക്കെ പറയുമല്ലോ, ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും എന്നൊക്കെ. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് CSDS, സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ സഹസ്ഥാപകനാണ് സഞ്ജയ് കുമാർ, രാഹുൽ ഗാന്ധിയുടെ കണക്കപ്പിള്ള. ഈ സഞ്ജയ് കുമാർ ഈ പൊട്ടക്കണക്കൊക്കെ കൊടുത്ത ആൾ. ഈ സഞ്ജയ് കുമാറിനെതിരെ നാഗ്പൂരിലും നാസിക്കിലും ഇപ്പോൾ പോലീസിൽ കേസുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളാണ്. അപ്പോൾ ഇപ്പോൾ നാഗ്പൂരിലും നാസിക്കിലും കൊടുത്തിരിക്കുന്ന കേസ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, ഡിസ്ട്രിക്റ്റ് ഇലക്ഷൻ ഓഫീസർക്കാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് 2024 ഇയാളും ഇപ്പം മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ പരസ്യമായിട്ട്, സഞ്ജയ് കുമാർ. ഡാറ്റ കണക്കുണ്ടാക്കിയതിൻ്റെ അകത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അത് തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ കണക്ക് തെറ്റിപ്പോയി മഹാരാഷ്ട്രയിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പരസ്യമായിട്ട് മാപ്പും പറഞ്ഞു. പക്ഷെ ഇത് ബീഹാറിൽ രാഹുൽ ഗാന്ധി യാത്ര നടക്കുന്ന ദിവസമാണ് ഇയാൾ പോസ്റ്റ് ചെയ്തത്. അതെ, വ്യാജ കണക്ക്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർക്ക് നാഗ്പൂരിലും നാസിക്കിലും സഞ്ജയ് കുമാറിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ റാംടെക്, ദേവ്ലാലി മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം ആ കൊല്ലം നടന്ന നിയമസഭ തെരഞ്ഞെടുപ്പിനേക്കാൾ 37 മുതൽ 38% വരെ കുറവായിരുന്നു എന്നാണ് ഇയാൾ കള്ളക്കണക്ക് പറഞ്ഞത്. അപ്പോൾ ക്രോഡീകരിച്ചതിൽ പിഴവാണ് എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ രാഹുൽ ബീഹാറിലെ യാത്ര തുടങ്ങുന്ന ദിവസമാണ് ഇയാളിങ്ങനെ മഹാരാഷ്ട്രയിലൊരു കണക്ക് പോസ്റ്റ് ചെയ്തത്. അത് മനഃപൂർവ്വമാണ്, രാഹുൽ ഗാന്ധിയെ സഹായിക്കാനാണ് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾക്കെതിരെ വേറൊരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നത് ഡൽഹിയിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR, ഈ ICSSR ഈ സഞ്ജയ് കുമാറിൻ്റെ CSDSൽ മറ്റേ പണം കൊടുക്കുന്ന സംഘടനയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ICSSR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ആ സ്ഥാപനം ഈ സഞ്ജയ് കുമാറിൻ്റെ CSDSന് ഫണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ICSSRൻ്റെ ഫണ്ട് പിൻവലിക്കാനുള്ള സാധ്യതയും കൂടി. അപ്പോൾ സർക്കാരും കയറി ഇടപെടുകയാണ് CSDSനെതിരെ. അവർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സർക്കാരിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയാണ്. അവർ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. 2 മഹാരാഷ്ട്ര സീറ്റുകളെ പറ്റി ഇയാൾ പറഞ്ഞിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും. അതിൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇയാൾ ഫണ്ടിങ് നോംസ്
ഇന്ത്യ സർക്കാരിൻ്റെ ഫണ്ട് കൊടുക്കുന്ന മാനദണ്ഡങ്ങളെ ഇയാൾ ലംഘിച്ചിരിക്കുന്നു. സഞ്ജയ് കുമാറും അയാളുടെ സ്ഥാപനവും CSDS-ഉം. അതുകൊണ്ട് ഇപ്പോൾ ICSSR ഇയാൾക്ക് കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഫണ്ട് റദ്ദ് ചെയ്യാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കണം. ഡാറ്റ മാനിപ്പുലേഷൻ നടന്നു എന്ന് ICSSR ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡാറ്റയെ ദുർവ്യാഖ്യാനം ചെയ്തു. ലോക്നീതി CSDS എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. നാസിക് വെസ്റ്റ്, ഹിംഗ്ന ഈ 2 മണ്ഡലങ്ങളെ പറ്റി ഇയാൾ പറഞ്ഞിരുന്നു. ദേവ്ലാലി 3 മണ്ഡലങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. നാസിക് വെസ്റ്റിൽ 47% കൂടി എന്ന് പറഞ്ഞിരുന്നു ഇയാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂട്ടി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പിന്നെ 6 മണിക്ക് ശേഷം അല്ലേ 7 ലക്ഷം പേര് കൂടുതൽ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഹിംഗ്നയിൽ 43% വോട്ടർമാർ കൂടി. ഇത് കൂട്ടിച്ചേർത്തതാണ് BJP എന്നുള്ളതാണല്ലോ ആരോപണം. ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ 17-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പത്രസമ്മേളനം നടത്തിയത്. രാഹുൽ ഗാന്ധി മറ്റേ യാത്രയും തുടങ്ങി പിന്നീട്. അപ്പോൾ സഞ്ജയ് കുമാറിൻ്റെ പോസ്റ്റ് ജ്ഞാനേഷ് കുമാറിൻ്റെ പത്രസമ്മേളനം നടക്കുന്ന 17-ാം തീയതി തന്നെയാണ് വന്നത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിന് അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇയാൾക്കുണ്ടായിരുന്നു. അതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. പിന്നെ സഞ്ജയ് കുമാർ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത് വോട്ടർമാരെ കൂടുതൽ ചേർത്തു. വ്യാജ വോട്ടർമാരെയൊക്കെ മഹാരാഷ്ട്രയിൽ ചേർത്തു എന്നാണല്ലോ കള്ളക്കണക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാംടെക്കിലെ 59-ാം നമ്പർ ബൂത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 46,203, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2,86,931. ഇതാണ് ഇയാൾ പറഞ്ഞ കണക്ക്. മരിച്ചവര് 1,79,272, -38.45% എന്ന്. അതുപോലെ ദേവ്ലാല അതിൻ്റെ നമ്പർ 126. 2024 വോട്ടർമാർ ലോക്സഭയിൽ 4,56,072, അസംബ്ലിയിൽ 2,88,141, മരിച്ചവർ 1,67,931. അപ്പം 36.8%. പിന്നെ നാസിക് വെസ്റ്റിൽ 47.38% ആളുകളെ കൂടുതലായിട്ട് ചേർത്തു. ഹിംഗ്നയിൽ 43.08% പേരെ കൂടുതലായിട്ട് BJP ചേർത്തു. ഇങ്ങനെയൊക്കെയാണ് അയാൾ ഈ ഡാറ്റ നോക്കിയപ്പോൾ മാറിപ്പോയി എന്ന് പറയുന്നത്. ഇയാൾ പറഞ്ഞ കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ പിടിച്ചില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഇയാൾ ഉണ്ടാക്കി കൊടുത്ത് രാഹുൽ ഗാന്ധിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കില്ല. ഇപ്പം പിടിക്കപ്പെടുമെന്ന് ആയപ്പോഴായിരിക്കില്ല ഇയാൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയാം. അതായത് രാഹുൽ ഗാന്ധിയുടെ കണക്കുകൾ മുഴുവൻ പൊട്ടക്കണക്കുകളാണ് എന്നുള്ളത് തെളിഞ്ഞല്ലോ. അതെ. അതിനെതിരെ അതായത് 7 ദിവസത്തിനകം നിങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയോട് ഈ കണക്കയാളും അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അണ്ടർ ഓത്ത് നിങ്ങളൊരു പ്രതിജ്ഞ, ഇലക്ഷൻ കമ്മീഷനിൽ ഹാജരായിട്ടൊരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തരിക, അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാം എന്നാണ്. അല്ലാതെ പത്രസമ്മേളനം നടത്തുകയല്ലോ. സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്താണ് പ്രതീക്ഷിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി കൊടുക്കുക, ആ പരാതി ഒരു പത്രസമ്മേളനം നടത്തി പറയുക, അങ്ങനെയല്ലേ? അതെ. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വരും. അതാണ് അണ്ടർ ഓത്ത് എന്ന് പറഞ്ഞാൽ. ഈ കോടതിയിലൊക്കെ 164 അനുസരിച്ചിട്ടൊക്കെ കൊടുക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷൻ അത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഒരു ഓത്ത് എടുത്തിട്ടല്ലേ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ ചെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഈ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇയാൾ കള്ളസത്യവാങ്മൂലമാണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ മുകളിൽ കേസ് വരും.
ആ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി തട്ടിപ്പ് കാണിക്കുന്നത്. പത്രസമ്മേളനം മാത്രം. കേസ് വരാതിരിക്കാൻ ആണത്തം ഉണ്ടെങ്കിൽ ചങ്കുറ്റം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണമല്ലോ, തെളിവ് സഹിതം. തെളിവ് സഹിതം. ഇയാൾക്ക് അത് ചെയ്യാനുള്ള ധൈര്യമില്ല, ഭീരുവാണ്. അപ്പം അങ്ങനെ കൊടുത്തെങ്കിൽ ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 ദിവസത്തിനകം നിങ്ങൾ സമർപ്പിക്കണമെന്ന് അന്ത്യശാസനം കൊടുത്തു. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ പോകാം. അപ്പോൾ അതിനു മുമ്പ് മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിയല്ല ഞാനാണ് ഉത്തരവാദി എന്ന് സഞ്ജയ് കുമാർ വരുത്താൻ ശ്രമിച്ചാണ് ഈ കണ്ടത്. അപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ തന്നെ സഞ്ജയ് കുമാറിനാണല്ലോ. കോടതി ചെല്ലുമ്പോൾ ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാണെന്ന് പറഞ്ഞ് തടി ഊരാനും ശ്രമിക്കാം. ഏതോ വക്കീൽ ഉപദേശിച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഒരു ക്രമക്കേടിൽ വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു വ്യാജരേഖ തന്നു, ഞാൻ ആ വ്യാജരേഖ ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെങ്ങനെയാണ് കേസിൽ നിന്ന് ഒഴിവാകുന്നത്? അല്ലേ? നിങ്ങളും ഞാനും പ്രതിയല്ലേ. അപ്പോൾ രാഹുൽ ഗാന്ധി രക്ഷപ്പെടാൻ പോകുന്നില്ല. കണക്കപ്പിള്ളയ്ക്ക് എതിരെ ഇപ്പോൾ കേസ് എന്തായാലും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്തത് രാഹുൽ ഗാന്ധിയിലേക്ക് ആയിരിക്കും പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.